ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് കുമ്പള ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ്. ഇവിടെ ഒരു വശത്ത് ഫുട്ബോൾ പൊടി പൊടിക്കുന്നുണ്ട്. യുവാക്കളെല്ലാവരും തന്നെ അവധിക്കാലമായതുകൊണ്ട് ഏറെ സജീവമായിട്ട് ഫുട്ബോളിലാണ്. പക്ഷേ തികച്ചും വ്യത്യസ്തമായൊരു കാഴ്ച ഇവിടെ തന്നെയുണ്ട്. എനിക്ക് തൊട്ടരികിലായിട്ട് ഒട്ടേറെ പ്രായം ചെന്ന ആളുകളടക്കം മറ്റൊരു കായിക വിനോദത്തിൽ ഏർപ്പെടുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് അവരിൽ നിന്ന് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. പറഞ്ഞു വരുന്നത് ക്രിക്കറ്റിൻ്റെ പൂർവികനെന്ന് പുകൾപ്പെട്ട അതേ കായിക വിനോദത്തെക്കുറിച്ചാണ്. കുറ്റിയും കോലും കളിയെപ്പറ്റി. കളിക്കളങ്ങൾ മറന്ന് പുതുതലമുറ അടച്ചിട്ട മുറികളിലേക്കും മൊബൈൽ ഫോണിന്റെ 4 അതിരുകളിലേക്കും ഒതുങ്ങിയപ്പോൾ കുമ്പളക്കാർക്കങ്ങനെ കയ്യും കെട്ടി നോക്കിയിരിക്കാനായില്ല. കുറ്റിയും കോലുമായി അവർ കളത്തിലിറങ്ങി. ഈ കളിന്റെ പ്രത്യേകത എന്തല്ലെങ്കിൽ ഈ കുട്ടി ഒരു കുണ്ടിലേക്ക് വെക്കും. വെച്ചിട്ട് ഇതിന്റെ പേര് ദാണ കോല്. കുട്ടി കുണ്ടിൽ വെച്ചിട്ട് ദാണയിൽ സർക്കാന്ന് ചിള്ളും. ആ ചിള്ളിയിട്ട് അമ്പപ്പാറ ഒരു വള്ളി കെട്ടിയിട്ടുണ്ട്. അതങ്ങ് പൊടിയിടലില്ല. പൊടിയെല്ലാം പാറിയിട്ട് ഭയങ്കര കച്ചറാന്ന്. അതിനുണ്ട് പൊടിയിടുന്നില്ല. വള്ളി കെട്ടിയിട്ട് ഈ സർക്കാന്ന് ചില്ലേ പിന്നെ വേറെ കടന്നെങ്കിൽ ഓനക്ക് ആദ്യം ആടുന്ന് എറിയും. ഫീൽഡിങ് നിന്നിട്ടുള്ള ആൾ നമ്മളെ പണ്ടത്തെ ബോൾ എറിയുമ്പോൾ അതിലേക്ക് വലിച്ചിട്ട് എറിയണം. എന്നിട്ട് കൊണ്ടെങ്കിൽ ഔട്ട്, കൊണ്ടില്ലെങ്കിൽ ഓന് 3 കുറി അടിക്കണം. 50 പിന്നിട്ടവരാണ് ആദ്യഘട്ടത്തിൽ സജീവമായതെങ്കിൽ പിന്നീട് പ്രായഭേദമന്യേ നിരവധി പേർ കുമ്പള സ്കൂൾ ഗ്രൗണ്ടിൽ കുറ്റിയും കോലും കളിക്കാനെത്തി. ഇപ്പോൾ ഞങ്ങൾക്ക് തടിക്കലൊരു ഇത് വരുന്നുണ്ട്, ഉന്മാദം വരുന്നുണ്ട്. ഈ കളി വൈകുന്നേരം ആകുമ്പോൾ എവിടെ ഉണ്ടെങ്കിലും ഇവിടേക്ക് ചെടി കോറി ഞങ്ങൾ എത്താറുണ്ട് കളിക്കാൻ വേണ്ടി. ഇതിപ്പോൾ നമ്മളൊരു സ്ഥിരമായി ഇതായിട്ട് മാറി. വാശിയേറിയ മത്സരം കാണാനും നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട്. വർഷത്തിലൊരിക്കൽ കുമ്പളയിൽ നടക്കുന്ന സംസ്ഥാനതല ടൂർണമെന്റിനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കായിക കൂട്ടായ്മ. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.